സഭയുടെ മതബോധന ഗ്രന്ഥം അഥവാ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്. ഈ പുസ്തകം ആദ്യമായി ഞാൻ വായിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കണ്ട വാക്കുകൾ മതാത്മക ജീവി, സാർവജനീനം, അസംഷ്ഠത, ആവിഷ്കരണം. ഈ കടുകട്ടി വാക്കുകൾ കണ്ട് ഞാൻ ആദ്യമൊന്ന് പകച്ചെങ്കിലും ഞാൻ വായിക്കാൻ തന്നെ തീരുമാനിച്ചു. എന്നാൽ ഓരോ വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മിനിമം 1, 2, 3 കോമകളെങ്കിലും കാണും. ആദ്യത്തെ കോമകളിലെ കാര്യം വായിച്ച് മൂന്നാമത്തെ കോമയിൽ എത്തുമ്പോഴേക്കും ആദ്യത്തെ കോമയിലെ കാര്യം ഒരു പിടുത്തവും കിട്ടില്ല. ഞാൻ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ചും വായിച്ചു നോക്കി. അതിനകത്തും ഇതുപോലെ കടുകട്ടിയുള്ള വാക്കുകളും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീളമുള്ള വാക്യങ്ങളും. ഇതെന്താണ്? ഈ മതബോധന ഗ്രന്ഥം ഒരിക്കലും വായിക്കാതിരിക്കാനുള്ള നെഗറ്റീവായിട്ടുള്ള മെസ്സേജ് ആണല്ലോ ഇത് എന്ന് നിങ്ങൾ കരുതരുത്. ആരെങ്കിലും നിങ്ങൾക്കിത് വിശദീകരിച്ച് തന്നു കഴിഞ്ഞ് നിങ്ങൾ ഈ മതബോധന ഗ്രന്ഥം വായിച്ചു കഴിഞ്ഞാൽ നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതം കീഴ്മേൽ മറിയും. അതായത് നിങ്ങളുടെ പദസമ്പത്ത് വർദ്ധിക്കും, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള പരിജ്ഞാനം, നിങ്ങൾക്ക് ഈ ഭാഷ പറയാൻ തന്നെ സാധിക്കും. ഇതിനെല്ലാം ഉപരി യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിങ്ങളുടെ ജീവിതം രത്നം പോലെ തിളക്കമുള്ളതായി മാറും. ആർക്കാണ് അങ്ങനെ ഒരു തിളക്കം ആഗ്രഹമില്ലാത്തത്? അതുകൊണ്ട് ഈ മതബോധന ഗ്രന്ഥം വായിച്ച് നിങ്ങൾക്ക് അത് വിശദീകരിച്ച് തരാനുള്ള എളിമേറിയ ഒരു ശ്രമമാണ് ഞാൻ നടത്തുന്നത്. ഇനിയുള്ള എൻ്റെ വോയിസ് ക്ലിപ്പുകൾ ഇതിൻ്റെ വിശദീകരണങ്ങളാണ്.